പല ബിസിനസ്സുകളുടെയും ഫെയിലിയറിന്റെ ഒരു പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കുന്നത് what I call is entrepreneur's ego. ആ ഒരു ഓൺട്രപ്രനിയറുടെ ഒരു ഈഗോ വർക്ക്ഔട്ട് ആവുന്ന സമയത്താണ്. ഈഗോ വർക്ക്ഔട്ട് ആവാൻ തുടങ്ങുന്ന സമയത്ത് എന്താവും, സ്ട്രാറ്റജിയും റിലേഷൻഷിപ്സും എല്ലാം ബാക്ക് സീറ്റിലേക്ക് മാറും. പിന്നെ കംപ്ലീറ്റ്ലി ആ ബിസിനസ് ഡ്രിവൺ ആവുന്നത് ഈ ഒരു ഓൺട്രപ്രനിയറുടെ ഈഗോയുടെ പുറത്തായിരിക്കും. അപ്പൊ ഈ ഒരു ഈഗോ വർക്ക്ഔട്ട് ആവുന്ന കാരണം റിലേഷൻഷിപ്സ് അഫക്റ്റഡ് ആവും. അത് കസ്റ്റമേഴ്സ് ആയിട്ടുള്ളതാവും, എംപ്ലോയീസുമായിട്ടുള്ളതാവും, വെൻഡേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, എല്ലാ റിലേഷൻഷിപ്സും അഫക്റ്റഡ് ആവും. പിന്നെ അവർക്ക് സ്ട്രാറ്റജിയും കാര്യങ്ങളൊന്നും അവരുടെ മുന്നിൽ കാണില്ല. അപ്പോൾ ഈ ഒരു ഈഗോ മാറ്റി വെച്ചിട്ട് എന്താണോ ലോങ് ടേമിലേക്കുള്ള ഒരു സ്ട്രാറ്റജി, അതിനകത്ത് ഫോക്കസ് ചെയ്തുകൊണ്ട് അതിന് തക്കതായിട്ടുള്ള രീതിയിൽ പ്ലാൻസ് സെറ്റ് ചെയ്ത് ആ പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യാനും അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകളെയും അല്ലെങ്കിൽ എംപ്ലോയീസിനെയും അതുപോലെ തന്നെ റൈറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ചൂസ് ചെയ്തുകൊണ്ടും റൈറ്റ് ആയിട്ടുള്ള വെൻഡേഴ്സിനെ ചൂസ് ചെയ്തുകൊണ്ടും ബിസിനസ്സുകൾ ബിൽഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ബിസിനസ് ഡെഫിനറ്റ്ലി എന്താവും, ഫെയിലിയർ ആവും. അതിനകത്ത് യാതൊരു സംശയവുമില്ല.